തൻ്റെ സൈന്യാധിപന്മാർ ഓരോരുത്തരായി മരണപ്പെട്ട വർത്തമാനം കേട്ട രാവണൻ നേരിട്ട് യുദ്ധത്തിനൊരുങ്ങി. മുന്നിൽ കണ്ട കപിവീരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറി. ഹനുമാനെ നേരിട്ടുകൊണ്ട് വട്ടം കറക്കി. നീലനെ താഴെ വീഴ്ത്തി. എന്നിട്ട് ലക്ഷ്മണ സമീപത്തിൽ വന്നു ചേർന്നു. പരസ്പരം വീരവാണികൾ പൊഴിച്ചതിനു ശേഷം അവർ ശരമാരി വർഷിച്ചു. ബ്രഹ്മദത്തമായ രാവണ സായകമേറ്റ് ലക്ഷ്മണനൊന്ന് പതറി. എന്നാൽ പിന്നെയും ഉറച്ചു നിന്ന് ലക്ഷ്മണൻ പൊരുതി. രാവണന്റെ ശക്തി പ്രക്ഷേപണമേറ്റ് ലക്ഷ്മണൻ താഴെ വീണു. ഇത് കണ്ട രാവണൻ ഓടിച്ചെന്ന് സൗമിത്രിയെ പൊക്കിയെടുക്കാൻ നോക്കി. കൈലാസം പൊക്കിയ വിംശതി ഭുജന് ലക്ഷ്മണ ശരീരം ഇളക്കുവാൻ പോലും സാധിച്ചില്ല. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഹനുമാൻ ഓടിച്ചെന്ന് രാവണന്റെ മാറത്തൊരിടിയിടിച്ചു. ദശാനനന്റെ ശരീരത്തിൽ ഏറ്റ ഇടികൊണ്ട് എല്ലായിടത്തു നിന്നും കണ്ണിൽ കൂടിയും മൂക്കിൽ കൂടിയും ഒക്കെ ചോര ഒഴുകാൻ തുടങ്ങി. ഈ ഒരു തക്കം നോക്കി ലക്ഷ്മണനെ എടുത്ത് മാരുതി രാമസമീപത്ത് എത്തിച്ചു. ഹനുമാനിൽ നിന്ന് അടിയേറ്റ രാവണൻ തൻ്റെ ബോധാവസ്ഥയെല്ലാം വീണ്ടെടുത്ത് ശരവുമേന്തിക്കൊണ്ട് രാമസമീപത്ത് എത്തിച്ചേർന്നു. രാമനോട് ഏറ്റുമുട്ടി. ഉടനെ തന്നെ മാരുതി തൻ്റെ സ്കന്ധത്തിൽ രാമനെ വഹിച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. ഞാണൊലിയിട്ടുകൊണ്ട് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ രാമൻ രാവണനോടായി പറഞ്ഞു, ഹേ രാക്ഷസേന്ദ്ര, നീ അധർമ്മം ചെയ്തവനാണ്. എൻ്റെ ലക്ഷ്മണന്റെ മേൽ നീ ശക്തി പ്രയോഗിച്ചത് കാരണം നിന്നെ ഞാൻ കൊന്നൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ രാവണനെതിരെ തൻ്റെ ആയുധങ്ങൾ ശരങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. രാവണൻ ഹനുമാന്റെ മേലേക്ക് കാലാഗ്നി സദൃശമായിട്ടുള്ള ശരങ്ങൾ എയ്തു. ഇത് കണ്ട രാമൻ കോപം കൊണ്ട് രാവണന്റെ തേരും കുതിരയും കൊടിയും മുറിച്ച് സാരഥിയെയും കൊന്നു. എന്നിട്ട് രാവണന്റെ മാറിൽ വജ്രസന്നിഭമായ ബാണം പ്രയോഗിച്ചു. വജ്രായുധം കൊണ്ടും ഇളകാത്ത ആ ഇന്ദ്രാരിയായ രാവണൻ തെറിച്ചുപോയി. വില്ല് താഴെ വീണു. അർദ്ധചന്ദ്രബാണമെയ്ത് രാമൻ അവന്റെ കിരീടത്തെ തെറിപ്പിച്ചു കളഞ്ഞു. വിഷപ്പല്ലറ്റുപോയ പാമ്പിനെ പോലെ ശൗര്യമെല്ലാം നശിച്ചു നിൽക്കുന്ന രാവണനോട് രാമൻ പറഞ്ഞു, ഹേ രാക്ഷസ രാജാവേ, നീ വളരെ ഭയങ്കരമായി യുദ്ധം ചെയ്തിരിക്കുന്നു. എൻ്റെ പോരാളികളിൽ പലരെയും നീ കൊന്നുകഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടൊക്കെ നീ വല്ലാതെ തളർന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ ഇപ്പോൾ ഞാൻ വധിക്കുന്നില്ല. നിന്റെ തളർച്ചയെല്ലാം കണ്ടതുകൊണ്ട് നീ ഇപ്പോൾ തിരിച്ചു പോവുക. ലങ്കയിൽ ചെന്ന് തളർച്ച തീർത്ത് തേരുമെല്ലാം ശരിയാക്കി ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് നേരെ തേരിലിരുന്നു കൊണ്ട് വീണ്ടും എൻ്റെ മുന്നിലേക്ക് യുദ്ധം ചെയ്യുവാൻ വേണ്ടി നീ വന്നു ചേരുക. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട് രാവണൻ അപമാനിതനായി യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. ശ്രീരാമബാണത്താൽ ഗർവ് മുഴുവൻ നശിച്ച് ദുഃഖിതനായ ആ ദൈത്യരാജാവ് ലങ്കാരാജ്യത്തിലെ തൻ്റെ അന്തഃപുരിയിൽ ചെന്നത് വളരെ അവശനായിട്ടാണ്. സിംഹത്തിൻ്റെ മുന്നിൽ നിന്ന് പോയ ഒരു മദഗജം പോലെ, ഗരുഡനിൽ നിന്ന് രക്ഷ കിട്ടിയ സർപ്പം പോലെ രഘുകുല തിലകന്റെ മുന്നിൽ പരാജിതനായിപ്പോയി. ശ്രീരാമചന്ദ്രന്റെ അസ്ത്രങ്ങളുടെ പ്രയോഗവും അസ്ത്രങ്ങളുടെ വൈപുല്യവും കരുത്തും ആലോചിക്കുമ്പോൾ രാവണന് ഭയം വന്നു തുടങ്ങി. ബ്രഹ്മദണ്ഡ് പോലെ പ്രകാശിക്കുന്നവയും വിദ്യുത് പോലെ മിന്നുന്നവയുമാണ് രാമബാണങ്ങൾ എന്നോർത്തപ്പോൾ ആ സുരേശ്വരൻ നടുങ്ങുവാൻ തുടങ്ങി. ദിവ്യരത്നാലങ്കൃതമായ കനകസിംഹാസനത്തിൽ ഇരുന്ന രാവണൻ ചുറ്റുമിരിക്കുന്ന അമാത്യന്മാരെയും അസുരവരന്മാരെയും നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, വലിയ തപസ് ചെയ്ത് സമ്പാദിച്ച എല്ലാ കഴിവുകളും ഇതാ എനിക്ക് വെറുതെയായി കഴിഞ്ഞിരിക്കുന്നു. ദേവേന്ദ്ര തുല്യനായ ഞാനിതാ കേവലം ഒരു മനുഷ്യനോട് പരാജിതനായി തീർന്നുവല്ലോ. ബ്രഹ്മാവിൻ്റെ ഘോരവാക്കുകൾ ഇതാ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തേട്ടി വരുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, മനുഷ്യനാൽ നീ ഭയപ്പെടുന്നതാണ് എന്ന്. ആ വാക്കുകൾ ഇതാ സത്യമാകാൻ പോകുന്നു. ദേവദേവന്റെ വാക്ക് അതേ വിധത്തിൽ ഫലിക്കാൻ പോകുന്നു. ദേവന്മാരും ഗന്ധർവന്മാരും നാഗങ്ങളും രാക്ഷസന്മാരും യക്ഷന്മാരും ഇവരിൽ നിന്നൊന്നും ഒരിക്കലും എനിക്ക് മരണമുണ്ടാവുകയില്ല എന്ന വരമൊക്കെ ഞാൻ വാങ്ങിയിരുന്നു. പക്ഷേ ഒരു മനുഷ്യനിൽ നിന്ന്
മരണമുണ്ടാകുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് എനിക്ക് മരണമുണ്ടാകരുത് എന്ന് ഞാൻ ആ ദേവദേവനോട് അപേക്ഷിച്ചില്ല. പണ്ടൊരിക്കൽ ഇക്ഷ്വാകു വംശജാതനായ അനരണ്യ ഭൂപതി, ആ മനുഷ്യനായ അനരണ്യ ഭൂപതി എന്നോട് ഒരിക്കൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു. എന്നോടൊരിക്കൽ പറഞ്ഞു, എടോ രാക്ഷസാധമ രാവണ, എൻ്റെ വംശത്തിൽ ഒരുവൻ ജനിക്കും. പുത്രന്മാരോടും സേനകളോടും അശ്വങ്ങളോടും സൂതനോടും കൂടിയ നിന്നെ യുദ്ധത്തിൽ അവൻ നിഗ്രഹിക്കും. നിന്റെ വംശനാശത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുലത്തിൽ ഒരുവൻ ജനിക്കുന്നത്. രാവണൻ പറഞ്ഞു, അനരണ്യന്റെ ഈ വാക്കുകൾ ഇതാ സത്യമാവുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അനരണ്യൻ മാത്രമല്ല, വേദവതി എന്നെ ഒരിക്കൽ ശപിച്ചിരുന്നു. അവർ മാത്രമല്ല, പാർവതീദേവി എന്നെ ഒരിക്കൽ ശപിച്ചിരുന്നു. നന്ദികേശനും രംഭയും വരുണകുമാരിയും എല്ലാം എന്നെ ശപിച്ചിരുന്നു. അവർ പറഞ്ഞ വാക്കുകളെല്ലാം ഇതാ സത്യമായി എൻ്റെ മുന്നിൽ വന്നെത്തുകയാണല്ലോ. ഋഷിമാരുടെ വാക്കുകൾ ഒരിക്കലും നിഷ്ഫലമാകുകയില്ലല്ലോ. ഈ സംഗതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് വേണ്ടത്ര പരിശ്രമങ്ങൾ വേഗത്തിൽ ചെയ്യുവിൻ. രാജവീഥികളിലെ ഗൃഹങ്ങൾ, ഗോപുരാഗ്രങ്ങൾ ഇവയിലെല്ലായിടത്തും രാക്ഷസന്മാർ കാത്തു നിൽക്കട്ടെ. ദേവാസുരന്മാരുടെ ഗർവോടെ അടിയോടെ നശിപ്പിക്കുവാൻ ത്രാണിയുള്ള നിസ്തുല ഗംഭീരനായിട്ടുള്ള എൻ്റെ അനുജൻ സാക്ഷാൽ കുംഭകർണനെ അതിവേഗത്തിൽ നിങ്ങൾ ഉണർത്തുക. അവനെ കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ശ്രീരാമചന്ദ്രനാൽ പരാജിതനായി തീർന്ന രംഗം രാവണന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം പ്രഹസ്തന്റെ വധവും ദുഃഖത്തോടുകൂടി രാവണൻ ഓർത്തു. ഉഗ്രബലവാന്മാരായിട്ടുള്ള രാക്ഷസന്മാരോട് ആ കൈകസീ തനയൻ, കൈകസീ സുതൻ, സാക്ഷാൽ രാവണൻ രാക്ഷസാധിപൻ തുടർന്ന് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാ ദ്വാരങ്ങളും കാത്തുരക്ഷിക്കൂ. മതിലിൽ കയറി നിന്നുകൊണ്ട് ശത്രുക്കളുടെ ഗതി മനസ്സിലാക്കൂ. സുഖസുഷുപ്തിയിൽ കിടക്കുന്ന കുംഭകർണനെ വേഗം ഉണർത്തൂ. കാലക്കേടാൽ ബുദ്ധി മരവിച്ചുകൊണ്ട് യാതൊരു ചിന്തയും കൂടാതെ ഉറങ്ങുകയാണ് അവൻ. 7, 8, 9, 10 മാസങ്ങൾ അവൻ കിടന്ന കിടപ്പിൽ തന്നെ ഉറങ്ങിക്കളയും. അതുകൊണ്ട് രാജസദസ്സു കൂടി അന്ന് മന്ത്രാലോചന ചെയ്ത സമയം, അന്നത്തെ ആ സദസ്സ് കഴിഞ്ഞിത 9 ദിവസമായിരിക്കുന്നു. അന്ന് തുടങ്ങിയതാണ് അവൻ്റെ ഉറക്കം. അതുല്യ ബലവാനായ കുംഭകർണനെ പെട്ടെന്ന് ഉണർത്തു. മഹാബാഹുവായ ആ അസുരപ്രമുഖൻ യുദ്ധത്തിൽ സർവവാനരന്മാരെയും ആ രാജകുമാരന്മാരെയും നിഗ്രഹിക്കും. രാവണന്റെ ഹൃദയം ചുട്ട വാക്കുകൾ കേട്ട രാക്ഷസവൃന്ദം വല്ലാതെ പരിഭ്രമിച്ചു. എല്ലാവരും കൂടി കുംഭകർണന്റെ ഗൃഹത്തിലേക്ക് ഓടി. ഉടഞ്ഞുകിടക്കുന്നൊരു മാമല പോലെയുള്ള ആ വികൃതാംഗനെ, ഘോരാത്മാവായ ആ അസുരകേസരിയെ, സാക്ഷാൽ കുംഭകർണനെ ഉണർത്തുവാൻ വേണ്ടി എല്ലാവരും അവരവരുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. മഹാവിക്രമികളായ അരക്കന്മാർ അരയും തലയും മുറുക്കി പെരുമ്പറയും മൃദംഗവും പണവവും ശംഖും കുംഭം തുടങ്ങിയ പല ഉപകരണങ്ങളിലൂടെ 10,000-കണക്കിന് രാക്ഷസന്മാർ അത്യുച്ചത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കി. അഞ്ജന പർവ്വതം പോലെ കിടക്കുന്ന അസുരവരനെ എല്ലാവരും ഒന്നിച്ച് ആർപ്പു വിളിച്ചും ആയുധങ്ങൾ കൊണ്ട് അടിച്ചും ഉണർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ സുഖമായി ഉറങ്ങുന്ന കുംഭകർണൻ ഈ പ്രവർത്തികളൊന്നും അറിഞ്ഞതേയില്ല. എന്നാൽ 100 കൂറ്റന്മാരായിട്ടുള്ള ഗജവീരന്മാരെ കൊണ്ടുവന്നുകൊണ്ട് ഇടിക്കുവാനും കുത്തുവാനും ചവിട്ടുവാനും തുടങ്ങിയപ്പോൾ തൻ്റെ ശരീരത്തിൽ എന്തോ ഒന്ന് സ്പർശിച്ചതുപോലെ തോന്നിയ ആ രാവണ സഹോദരൻ പതുക്കെ കണ്ണുകൾ തുറന്നു. പർവ്വത ശിഖരങ്ങളെ കൊണ്ട് കഠിനമായി പ്രഹരിക്കുന്ന ആ സമയത്ത് ഇതൊന്നും അറിയാതെ തന്നെ, ഇതൊന്നും ഗണിക്കാതെ തന്നെ ഉറക്കം പോയപ്പോൾ ഉണ്ടായ വിശപ്പ് സഹിക്കാൻ പറ്റാതെ കുംഭകർണൻ പതുക്കെ എഴുന്നേറ്റു. ഏറ്റവും വലിയ സർപ്പം പോലെ നീണ്ടുരുണ്ട് ഗിരിശൃംഗം പോലെ കരുത്തും വലുപ്പവുമാർന്ന തൻ്റെ കൈകളൊന്ന് കുടഞ്ഞു. ബടവാമുഖം പോലെ തൻ്റെ വായൊന്ന് പിളർത്തി കോട്ടുവായിട്ടു. എന്നിട്ട് ആ രാക്ഷസ പ്രമുഖൻ ഒന്ന് തൻ്റെ ശരീരത്തെ ഒന്ന് വലിച്ച് നിവർത്തി ഒന്ന് വീണ്ടും നിവർന്നിരുന്നു. കോട്ടുവായിട്ട അവൻ്റെ വാ കണ്ടപ്പോൾ വലിയ ഗുഹ പോലെ തോന്നുന്ന അവൻ്റെ വായെല്ലാം കണ്ട് ഈ രാക്ഷസന്മാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഉറക്കത്തിൻ്റെ ശക്തിയാൽ ആ കണ്ണ് പതുക്കെ വീണ്ടും പകുതി അടഞ്ഞു. എന്നാൽ പതുക്കെ തന്നെ അത്
തുടുത്തു കലങ്ങിയ ആ കണ്ണുകളോടുകൂടി ചുറ്റുപാടും കുംഭകർണൻ നോക്കുമ്പോൾ യാതുദാന പ്രമുഖന്മാരെയൊക്കെ കണ്ടു. അവർക്ക് ആശ്വാസമേകുന്ന വിധത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പരിപൂർണമായും കുംഭകർണൻ ഉണർത്തി. എന്നിട്ട് തൻ്റെ മുന്നിൽ വിനീത വിധേയ ദാസ്യന്മാരെ പോലെ നിൽക്കുന്ന ആ സേനാപ്രമുഖന്മാരോട് കുംഭകർണൻ ചോദിച്ചു, ഏറ്റവും ബഹുമാനത്തോടുകൂടി എന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഉണർത്തിയത്? രാജാവിന് ക്ഷേമമല്ലേ? യാതൊരുവിധ ഭയവും രാജാവിനിപ്പോൾ ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റാരെയെങ്കിലും കൊണ്ട് രാജാവിന് ഭയമുണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയായിരിക്കണം നിങ്ങൾ ഇത്ര പെട്ടെന്ന് എന്നെ ഉണർത്തിയത്. രാക്ഷസേശ്വരന് വന്നു ചേർന്ന ഭയം ഏതായാലും ഞാനത് ഇപ്പോൾ തന്നെ ഇല്ലാതാക്കാം. അമരാവതിയിൽ നിന്ന് വാസവനെ ഞാൻ വേണമെങ്കിൽ വീഴ്ത്താം. അഗ്നിയെ പച്ചവെള്ളം കൊണ്ട് ഞാൻ തണുപ്പിക്കാം. നിസാരമായൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ ജ്യേഷ്ഠൻ തീർച്ചയായും എന്നെ ഉണർത്തില്ല. അപ്പോൾ കാര്യമായ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. നിദ്രയിൽ നിന്ന് എന്നെ ഉണർത്താനുള്ള കാരണം സത്യമായി എന്നോട് പറയുവിൻ. ചൊടിച്ച കുംഭകർണന്റെ വാക്കുകൾ കേട്ട ആ സേനാനായകൻ യൂപാക്ഷൻ അതിവിനീതമായി കൈകൾ തൊഴുതുകൊണ്ട് കുംഭകർണനോടായി പറഞ്ഞു, അല്ലയോ രാക്ഷസ പ്രഭോ, ദേവന്മാരിൽ നിന്ന് ഒരു ഭയവും നമുക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല. ഇപ്പോഴുണ്ടായിട്ടുള്ള ഭയം വെറും മനുഷ്യനിൽ നിന്നാണ്. അത് ഏറ്റവും വലുതായ ഭയവുമാണ് വന്നു ചേർന്നത്. അല്ലയോ രാജാവേ, മനുഷ്യനിൽ നിന്ന് ഇപ്പോൾ നമുക്കുണ്ടായിട്ടുള്ളതുപോലെ ഒരു ഭയം ദൈത്യന്മാരാലും ദാനവന്മാരാലും ഇതുവരെ നമുക്കുണ്ടായിട്ടില്ല. ഈ ലങ്കാരാജ്യം മാമലയ്ക്കൊത്ത ഒരു വാനരപ്പട കൊണ്ട് ചുറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സീതാപഹരണത്താൽ ദുഃഖിതനായ രാമനിലാണ് ഇപ്പോൾ നമ്മുടെ ഭയം. ഒരൊറ്റ കുരങ്ങൻ ആദ്യം ഇവിടെ വന്ന് ലങ്കാനഗരം മുഴുവൻ ചുട്ടു പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഉണ്ണി അക്ഷയകുമാരനെ സൈന്യത്തോടു കൂടി തന്നെ ആ മർക്കടൻ അരച്ചു കളഞ്ഞിരിക്കുന്നു. പൗലസ്ത്യനന്ദനായ ചക്രവർത്തിയെ, അവിടുത്തെ അഗ്രജനെ, സാക്ഷാൽ രാവണനെ ഇന്ന് യുദ്ധത്തിൽ പരാജിതനാക്കി ലങ്കയിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് രവിതുല്യനായിട്ടുള്ള രാമൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. തമ്പുരാനെ, ഇതുവരെയും ദൈത്യദാനവന്മാർക്കും വാനോർമാർക്കും കഴിയാത്ത ഒരു കാര്യം, രാവണന്റെ പ്രാണസന്ദേഹം. ആ രാഘവൻ രാവണന് പ്രാണനെ നൽകിക്കൊണ്ട് തൽക്കാലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. യുദ്ധത്തിൽ തൻ്റെ അഗ്രജന് സംഭവിച്ചിട്ടുള്ള ആ വലിയ പരാജയത്തെ യൂപാക്ഷൻ അറിയിച്ചപ്പോൾ തൻ്റെ കണ്ണുകൾ ഉരുട്ടി മിഴിച്ച് ഉറക്കമെല്ലാം പറപറന്ന് പോയിട്ടുള്ള കുംഭകർണൻ അലറിക്കൊണ്ട് പറഞ്ഞു, ഹേ യൂപാക്ഷ, ഇപ്പോൾ തന്നെ ഞാനിതാ പോയി രാമലക്ഷ്മണന്മാരോട് കൂടിയ കപി സൈന്യത്തെ നിശേഷം നശിപ്പിക്കാൻ പോകുന്നു. അതിനുശേഷം എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ കണ്ടുകൊള്ളാം. അരക്കന്മാർക്ക് മുഴുവൻ വാനര മാംസരക്തങ്ങളാൽ ഞാൻ ഇന്ന് സംതൃപ്തി നൽകും. രാമലക്ഷ്മണന്മാരുടെ രക്തം ഞാൻ തന്നെ പാനം ചെയ്ത് സുഖലോലുപതനായിരിക്കും. ഇത്രയും പറഞ്ഞ് തൻ്റെ വല്ലാത്ത കണ്ണുകളെല്ലാം ഉയർത്തി കുംഭകർണൻ ക്രോധാന്തനായി പലതരത്തിലുള്ള മതവാക്കുകൾ പറയുവാൻ തുടങ്ങി. ആയോധനപടുവും സേനാനായകനുമായ മഹോദരൻ രണ്ട് കൈയും കൂപ്പി വളരെ വിനയത്തോടുകൂടി കുംഭകർണനോട് പറഞ്ഞു, അചിന്ത്യശക്തനായിട്ടുള്ള മഹാപ്രഭു, ചക്രവർത്തിയുടെ ഗുണദോഷങ്ങളെല്ലാം കേട്ടതിന് ശേഷം അരി സമൂഹത്തെ അവിടത്തേക്ക് നശിപ്പിക്കാം. അതല്ലേ നല്ലത്? എന്നിട്ട് യുദ്ധത്തിന് പോയാൽ പോരെ? നമുക്ക് ആദ്യം രാവണനെ പോയി കാണാം. മഹോദരന്റെ വാക്കുകൾ കേട്ട കുംഭകർണന് അത് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠന്റെ സമീപത്തേക്ക് പോകുവാൻ സമ്മതിച്ചു. രജനീചരന്മാരാൽ ചുറ്റപ്പെട്ടവനും അമിത തേജസ്വിയും ബലശാലിയുമായിട്ടുള്ള ആ രാവണാനുജൻ പതുക്കെ എഴുന്നേറ്റു. അതിതീഷ്ണ നേത്രങ്ങൾ ഉരുട്ടി മിഴിപ്പിച്ചുകൊണ്ട് ഭീമസ്വരൂപനും വിക്രമനുമായിട്ടുള്ള കുംഭകർണൻ ഒന്നിച്ച് രാവണന്റെ സമീപത്തേക്ക് പുറപ്പെടാൻ വേണ്ടി സർവരും തയ്യാറായി. രാക്ഷസ പ്രമുഖന്മാരിൽ ചിലരെല്ലാം ഓടിച്ചെന്ന് രാവണന്റെ സമീപത്ത് വന്നു ചേർന്ന് രാവണന്റെ മുന്നിൽ താണ് വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അസുരവംശത്തിൻ്റെ തമ്പുരാനായിട്ടുള്ള അലയോ മഹാരാജാവേ. അവിടത്തെ അനുജൻ കുംഭകർണൻ എഴുന്നേറ്റു. പ്രഭോ, ചെറിയ തമ്പുരാൻ നേരിട്ട് യുദ്ധത്തിന് പോകുകയോ ഇവിടെ വന്ന് അങ്ങയെ കാണുകയാണോ ഇപ്പോൾ വേണ്ടത്? ഉടനെ തന്നെ രാവണൻ പറഞ്ഞു, അവനോട് വേഗത്തിൽ ഇങ്ങോട്ട് വരാൻ പറയുക. യഥോചിതം അവനെ എനിക്ക് സൽക്കരിക്കണം. അതിനുശേഷം യുദ്ധത്തിന് പോകട്ടെ. രാക്ഷസേന്ദ്ര കൽപ്പന ശിരസാ വഹിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് വളരെ വേഗത്തിൽ അവരെല്ലാം കുംഭകർണ സമീപത്തിലെത്തി തൊഴുതുകൊണ്ട് പറഞ്ഞു, അലയോ പ്രഭോ, അവിടുത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം പ്രഭുവായിട്ടുള്ള
രാവണൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം അവിടേക്ക് ചെല്ലുവാൻ പറഞ്ഞു. ഉടനെ തന്നെ കുംഭകർണൻ അഗ്രജനെ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. തൻ്റെ മുഖമെല്ലാം കഴുകി നീരാട്ടുകുളിയെല്ലാം ഭംഗിയായി കഴിച്ച് സർവ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് സന്തുഷ്ട ചിത്തനായിട്ട് അദ്ദേഹം പതുക്കെ രാവണ സമീപത്തേക്ക് പുറപ്പെട്ടു. രാജവീഥിയിൽ കൂടി നടന്നു പോകുമ്പോൾ മതിലിൻ്റെ മുകളിൽ നിൽക്കുന്ന വാനരന്മാർ പലരും ശത്രുമർദ്ദകനായ ആ പർവ്വതാകാരനെ കണ്ടു, കുംഭകർണനെ കണ്ടു. ആ കുംഭകർണ രൂപം കണ്ടപ്പോൾ പല കവികളും വിറയ്ക്കുവാൻ തുടങ്ങി. അത് കണ്ട വഴിക്ക് രക്ഷിക്കണേ എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വജീവജാലങ്ങളെയും സദാ പരിപാലിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് ഈ വാനരന്മാരെല്ലാം ഓടിയെത്തി. ചിലർ ഞെട്ടി വിറച്ച് ഭൂതലത്തിലേക്ക് വീണു. മറ്റു ചിലർ ആത്മരക്ഷയ്ക്ക് വേണ്ടി എവിടേക്കാണെന്നറിയാതെ പല ദിക്കിലേക്കായി ഓടുവാൻ തുടങ്ങി. ഭയം കൊണ്ട് കണ്ണുകളെല്ലാം അടച്ച് ചിലരെല്ലാം മണ്ണിൽ കമിഴ്ന്നു കിടന്നു. ഉജ്ജ്വല കാന്തിയുള്ള അങ്ങനെയുള്ളൊരു കിരീടം ധരിച്ച് സൂര്യനെ തൊടാൻ പറ്റുന്ന വിധത്തിൽ മഹാഗിരി തുല്യനായിട്ടുള്ള ആ അത്ഭുതകാരനെ കണ്ട വാനരന്മാരെല്ലാം ഭയപ്പെട്ട് ഓടി മറഞ്ഞു. ത്രിലോകവന്ദ്യനായ തേജസ്വിയായ ശ്രീരാമചന്ദ്രൻ കോദണ്ഡമെടുത്തുകൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ കിരീടമണിഞ്ഞു കൂറ്റനായ കുംഭകർണൻ പോകുന്നത് കണ്ടു. വലിയൊരു പർവ്വതം പോലെ മഹാബലിയുടെ മുന്നിൽ വലുതായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ പോലെയുള്ള ബൃഹത്തായ ശരീരം. ആ ശരീരം കാർക്കൊണ്ടലിന് തുല്യമായിട്ടുള്ള, കാർമേഘങ്ങൾക്ക് തുല്യമായിട്ടുള്ള നിറമുള്ള രാക്ഷസവരന്റെ ശരീരം കണ്ടപ്പോൾ, വാനരപ്പടകൾ കുതിച്ചോടുന്നതും കണ്ടപ്പോൾ വിഭീഷണനോട് രാമൻ ചോദിച്ചു, മാമലയ്ക്കൊത്ത ആ രാക്ഷസൻ ആരാണ് വിഭീഷണ? ചെന്തീക്കണ്ണനായ ഇവൻ ദിവ്യരത്നാലങ്കൃതമായിട്ടുള്ള കിരീടമണിഞ്ഞിട്ടുണ്ടല്ലോ. ഇടിമിന്നലോടുകൂടിയ കരിങ്കാറുപോലെ ലങ്കയിൽ കാണുന്ന ഇവൻ ഭൂമിക്കൊരു ധ്വജമെന്നതുപോലെ കൂറ്റനാണല്ലോ. ഈ ഭയങ്കരനെ കണ്ട വഴിക്ക് വാനരന്മാരെല്ലാം ഭയപ്പെട്ടുകൊണ്ട് കുതിച്ചോടുന്നുവല്ലോ. ഈ മഹാരൂപി ദിതിപുത്രനായ ഏതെങ്കിലും രാക്ഷസനാണോ? ഇതുപോലെയുള്ള ഒരു ജന്തുവിനെ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടേയില്ല. ഈ സമയം രഘുവീരന്റെ വാക്കുകൾ കേട്ട വിഭീഷണൻ, മഹാപ്രാജ്ഞനായിട്ടുള്ള വിഭീഷണൻ മറുപടിയായി രാമനോട് പറഞ്ഞു, മഹാപ്രഭോ, സാക്ഷാൽ യമധർമ്മരാജാവിനെയും ദേവേന്ദ്രനെയും പോരിൽ ജയിച്ച ഇവനുണ്ടല്ലോ, വിശ്രവസിന്റെ പുത്രനും മഹാപ്രതാപിയുമായ കുംഭകർണനാണ്. ഇവനെപ്പോലെ വലിപ്പമുള്ള ഒരുവൻ രാക്ഷസ വംശത്തിലേയില്ല. ശൂലപാണിയും വിരൂപനേത്രനും കരുത്തനുമായ ഈ കുംഭകർണനെ നിഗ്രഹിക്കുവാൻ ദേവന്മാരിൽ ഒരാൾക്ക് പോലും ഇതുവരെ ശക്തി ഉണ്ടായിട്ടില്ല. അവരെല്ലാം യമനാണെന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞ് ഓടിപ്പോയി. ജനിച്ച കാലം മുതൽക്കേ അത്യുഗ്ര തേജസ്വിയും അതിശക്തനുമാണ് കുംഭകർണൻ. മറ്റുള്ള രാക്ഷസന്മാരെല്ലാം തപസ് ചെയ്ത വരബലം കൊണ്ട് ശക്തരായെങ്കിൽ ജന്മനാ തന്നെ അത്യുഗ്ര തേജസ്വിയും അതിശക്തനുമാണ് കുംഭകർണൻ. അവൻ പിറന്നു വീണപ്പോഴേ തന്നെ മഹാകുറ്റനായിരുന്നു ശ്രീരാമചന്ദ്ര. അത്യധികം വിശപ്പോടുകൂടിയ ഇവനുണ്ടല്ലോ 1000 ജന്തുക്കളെ പിടിച്ചു തിന്നു. അങ്ങനെ ജീവികളെല്ലാം അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. ദേവന്മാരെല്ലാം ദേവേന്ദ്രനെ കണ്ട് അഭയം പ്രാപിച്ചുകൊണ്ട് വർത്തമാനം അറിയിച്ചു. ദേഷ്യം വന്ന ദേവേന്ദ്രൻ വാസവൻ തൻ്റെ നിഷിദ്ധ വജ്രായുധത്തെ കുംഭകർണനെ നേരിട്ട് ആ വജ്രായുധം എറിഞ്ഞു. എന്നാൽ ആ വന്നു വീണ വജ്രായുധം തൻ്റെ ശരീരത്തിൽ പതിച്ചപ്പോൾ ഒന്ന് വിറയ്ക്കുകയല്ലാതെ മറ്റൊന്നും കുംഭകർണന് സംഭവിച്ചില്ല. തുടർന്നവൻ വലിയ ആർപ്പുവിളിയോടുകൂടി, നിസാരമായ പരിക്കോടുകൂടിയിട്ടുള്ള അവൻ ഉടനെ തന്നെ ഇന്ദ്രന്റെ നേർക്കു കോപത്തോടുകൂടി പാഞ്ഞു ചെന്നു. ഐരാവതത്തിന്റെ പുറത്തിരുന്ന വാസവനെ ആ ഐരാവതത്തിന്റെ ഒരു കൊമ്പൊന്ന് പറിച്ചെടുത്ത് അവൻ അട്ടിക്കാൻ തുടങ്ങി. മാറിൽ കനത്ത പ്രഹരമേറ്റ അമരാധിപൻ വിറച്ചുപോയി. ഇത് കണ്ട് ബ്രഹ്മർഷിമാരും ദാനവന്മാരും ദേവന്മാരും എല്ലാം ദുഃഖിതരായി. എല്ലാവരും ബ്രഹ്മദേവന്റെ സങ്കേതത്തിലെത്തി ലോക നിയന്താവായിട്ടുള്ള ആ ദേവദേവനോട്, പിതാമഹനോട് കുംഭകർണന്റെ ദുഷ്ടതകളെ കുറിച്ച് അവരെല്ലാം വിവരിക്കാൻ തുടങ്ങി. ദേവന്മാരെ ആക്രമിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചു. പരനാരികളെ ആക്രമിക്കുന്നത്, ഋഷികേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നത് എല്ലാം പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവൻ ജീവജാലങ്ങളെ പതിവായി ഇത്തരത്തിൽ തിന്നുകയാണെങ്കിൽ അത്യധിക കാലതാമസം കൂടാതെ തന്നെ ഈ ലോകം തന്നെ ശൂന്യമായി തീരും. ഭഗവാനെ, അത്യാപത്തിൽ നിന്ന് സർവരെയും രക്ഷിക്കണേ എന്ന് സർവദേവഗണങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. സർവലോക പിതാമഹനായിട്ടുള്ള ആ ബ്രഹ്മദേവൻ ഇന്ദ്രന്റെ വാക്കുകളും ദേവന്മാരുടെ വാക്കുകളും എല്ലാം കേട്ടപ്പോൾ സകല രാക്ഷസന്മാരെയും തൻ്റെ മുന്നിലേക്ക് വരുത്തി. കുംഭകർണനെ കണ്ട വഴിക്ക് സാക്ഷാൽ പ്രജാപതി പോലും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് കുംഭകർണനോട് വലിയ വാക്കുകളോടുകൂടി ബ്രഹ്മദേവൻ പറഞ്ഞു, ലോകം മുട്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് നീ പൗലസ്ത്യപുത്രനായി ജനിച്ചത്. ജീവസംരക്ഷണത്തിന് വേണ്ടി ഞാനിതാ നിന്നെ ശപിക്കുന്നു. നീ മരിച്ചതുപോലെ ഇന്നു മുതൽ നിദ്രയിൽ ആണ്ടുപോകട്ടെ. ബ്രഹ്മാവിന്റെ ശാപം ഏറ്റ ഉടനെ തന്നെ അവിടെ തന്നെ വീണു കഴിഞ്ഞിരുന്നു കുംഭകർണൻ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അത്യധികം പരിഭ്രമത്തോടുകൂടി രാവണൻ തൊഴുതു കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു, പ്രഭോ, വളർത്തിക്കൊണ്ടു വന്നൊരു പൊന്മരം പൂക്കാനും കായ്ക്കാനും തുടങ്ങുമ്പോൾ മുറിച്ചു മാറ്റുകയാണോ? സ്വന്തം പൗത്രന് പ്രജാപതിയായ അവിടുന്ന് ഇത്തരത്തിൽ ശാപം ഒരിക്കലും കൊടുക്കരുതേ. അവിടുത്തെ വാക്കുകൾ ഒരിക്കലും വെറുതെയാകില്ലല്ലോ. അതുകൊണ്ട് ഇവൻ തീർച്ചയായും സുഷുപ്തിയിൽ ആണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ദയവ് ചെയ്ത് ഉറങ്ങാനും ഉണരാനും ഇവനൊരു കാലാവധി തരണേ. ഈ സമയം ആ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇവൻ 6 മാസം തുടർച്ചയായി ഉറങ്ങും. പിന്നീട് ഒരൊറ്റ ദിവസം അവൻ ഉണർന്നിരിക്കും. ആ ദിവസം അവൻ ചുടിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ വേണമെങ്കിൽ ചുറ്റി നടക്കും. ആളിക്കത്തുന്ന അഗ്നിയെപ്പോലും വായും പിളർത്തി ലോകത്തിലുള്ള ജീവികളെ മുഴുവൻ തിന്ന് അവൻ്റെ വിശപ്പ് അകറ്റും. അതിനുള്ള ഒരു ഗുണവും കഴിവും അവനുണ്ടാകട്ടെ. ഇങ്ങനെ ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്ക് കുംഭകർണനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിഭീഷണൻ പറഞ്ഞു, ആപത്തുകൾ പറ്റിയ ഈ സന്ദർഭത്തിൽ കുംഭകർണനെ ഉണർത്തിയിരിക്കുന്നു. അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങയോടുള്ള ഭയമാണ് രാവണനെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. വീരനായ ഇവൻ അത്യുഗ്ര വിക്രമിയാണ്. ആ കുംഭകർണനെ കണ്ടുകൊണ്ടാണ് കപികൾ ഓടിപ്പോകുന്നത്. ചൊടിച്ച് പോരിനണയുന്ന ഇവനെ തടഞ്ഞു നിർത്താൻ വാനരന്മാർക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം സൈന്യങ്ങളോട് വ്യക്തമായ വിവരങ്ങൾ അറിയിക്കണം. അതിലൊന്ന്, ഇവൻ വലിയൊരു യന്ത്രമാണെന്ന് അറിയിക്കുക. ആ സന്ദർഭത്തിൽ അവൻ യന്ത്രമാണെന്ന് വിചാരിച്ച് ഭയപ്പെടുകയുമരുത് എന്ന് വാനര സൈന്യത്തോട് അതിവേഗത്തിൽ പറയുക. വിഭീഷണന്റെ യുക്തിയുക്തമായ സൗമ്യമായ വാക്കുകൾ കേട്ട രഘുനായകൻ ഉടനെ തന്നെ സേനാപതിയായ നീലനെ വിളിച്ചു. അഗ്നിപുത്രനായ ഹേ നീല, അതിവേഗത്തിൽ ചെന്ന് സൈന്യങ്ങളെയെല്ലാം ഒതുക്കി നിർത്തൂ. ലങ്കയിലെ എല്ലാ പ്രവേശന മാർഗങ്ങളും പാദപ്പരപ്പുകളും എല്ലാം എല്ലായിടങ്ങളും നല്ലപോലെ കാക്കുക. ശൈലശൃംഗങ്ങൾ, കല്ലുകൾ, വൻമരങ്ങൾ തുടങ്ങിയവയെ സജ്ജീകരിക്കുക. സർവ്വവാനരന്മാരും ഗിരിശിഖരങ്ങളെ അവരവർക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെല്ലാം ധരിച്ച് തയ്യാറാകട്ടെ. ഹരിവര സേനാപതിയായ നീലൻ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് തൻ്റെ സൈന്യങ്ങളെ മുഴുവൻ തന്നെ അടുത്ത ക്ഷണത്തിൽ നിരത്തി നിർത്തിക്കഴിഞ്ഞിരുന്നു. ഗവാക്ഷനും ശരഭനും അങ്കദനും ഹനുമാനും തുടങ്ങിയിട്ടുള്ള കപികുഞ്ചരന്മാർ ഉടനെ തന്നെ ശൈലങ്ങളെല്ലാം ഏന്തി നിൽപ്പായി. ഗിരികളും എടുത്ത് ലങ്കാദ്വാരത്തിലേറി നിലകൊണ്ടു അവരെല്ലാം. ശ്രീരാമചന്ദ്ര ശാസനം കേട്ട വാനരന്മാർ വൈരിപ്പടയെ വൻമരങ്ങളാൽ ഉടയ്ക്കുവാൻ തന്നെ തീരുമാനിച്ചു. അവരങ്ങനെ ലങ്കാമതിലിന് സമീപം പർവ്വതങ്ങളും മരങ്ങളും ഏന്തിയ വാനരന്മാർ പർവ്വത സാനുക്കളിലെ കാർക്കൊണ്ടൽ പോലെ പ്രശോഭിച്ചുകൊണ്ട് കുംഭകർണന്റെ വരവിനെയും കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ കുംഭകർണനെ യുദ്ധമുഖത്തേക്ക് കാത്തു നിൽക്കുന്ന ഈ ഒരു കഥാസന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. വളരെ 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 ശ്രദ്ധയോടെ രാമായണം പഠിക്കുവാൻ ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.